അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ് നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഞാനിതാ വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. കുറേ ആയിട്ടാ ഈ വീഡിയോസിൽ എടുത്ത് വെച്ചിട്ട്, പക്ഷെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു മടി കാരണം ഇങ്ങനെ ഡിലേ ആയിപ്പോയതാണ് കേട്ടോ. റീസൺ എന്താണെന്ന് പിന്നെ ഞാൻ പറയുന്നില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ. നമുക്ക് ചെയ്ത കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു മടുപ്പ് വരും. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും ഇല്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയാണ്, ഞാൻ കുറേ വ്ളോഗിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും എടുത്തു വെച്ച വീഡിയോസൊന്നും അങ്ങനെ ഡിലീറ്റ് ആക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമുക്കൊരു മെമ്മറി ആണല്ലോ, കുറേ കാലമെല്ലാം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഒരു മെമ്മറി ആണല്ലോ. അപ്പോൾ അങ്ങനെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. പിന്നെ ഇൻസ്റ്റയിലെല്ലാം ഇങ്ങനെ കുറേ മെസ്സേജ് വരുന്നുണ്ട്, എന്താ വീഡിയോ ഇടാതെ, നിങ്ങളിങ്ങനെ സ്റ്റോറി ഇട്ടോ റീലിട്ടോ, നിങ്ങൾ വീഡിയോ ഇടാണ്ട് ഇങ്ങനെ നടന്നോ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജെല്ലാം കാണാം കേട്ടോ. കുറേ ഞാൻ റിപ്ലൈ എല്ലാം കൊടുക്കലുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. കുറേ കഥ പറഞ്ഞിട്ട് എടിയോ എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മളെ ഫ്രണ്ടിൻ്റെ മോളെ ബർത്ത്ഡേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ഇട്ടിട്ടുണ്ട്. കുറേ ആയി നമ്മളിങ്ങനെ എന്താ പറയുക ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഒന്നും നടക്കുന്നൊന്നുമില്ല. അപ്പോൾ മോളെ ബർത്ത്ഡേ വന്നേരം അങ്ങനെ ഒന്ന് കൂടാമെന്ന് വിചാരിച്ച്. കുറച്ച് കാലമായി കേട്ടോ ഈ വീഡിയോസെല്ലാം എടുത്ത് വെച്ചിട്ട്. അപ്പോൾ ഞാനങ്ങനെ ഇട്ടതാണ്. പിന്നെ ഇൻസ്റ്റയിൽ റീലിട്ട സമയത്ത് ഗ്രില്ലാക്കിയോ എന്നല്ല ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിനെ. അതേ ഗ്രില്ലാക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ഗ്രില്ലല്ലാണ്ട് നടക്കുന്നേ ഇല്ല. ഫ്രണ്ടിലത്തെ ഡോറ് തുറന്നു വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ പണിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ മോഡൽ വരുന്നത്. നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തതാണ്. ഇങ്ങനെ ഗൂഗിളെല്ലാം സെർച്ച് ചെയ്തിട്ട് അങ്ങനെ കിട്ടിയൊരു പിക്കാണ് കേട്ടോ ഇത്. അപ്പോൾ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഉച്ചക്കാണ് കേട്ടോ നമ്മൾ പോകാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ രാവിലെ പണിക്കാർക്കുള്ള ചായയെല്ലാം കൊടുത്ത് പിന്നെ ഫുഡെല്ലാം ഉമ്മാൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ. പിന്നെ ഇത് ഐഷമോക്കുള്ള കഞ്ഞി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിന്ന് കുറേ കാലത്തിന് ശേഷം നമ്മളെ സുന്ദരിനെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. ഒറ്റയ്ക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഒറ്റയ്ക്കല്ല, എൻ്റെ വേറൊരു ഫ്രണ്ട് കൂടിയുണ്ട്. അപ്പോൾ ഓൾ ഇഷമോൾ എടുക്കുമെന്നുള്ള ഒരു ഇതിൽ അങ്ങനെ പോക്കാന്ന്. ഇഷമോളെയും കൊണ്ട് വണ്ടിയിൽ ഒറ്റക്ക് പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. ഓൾ എന്നെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാൻ വിടൂല, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഓൾ വിചാരിക്കുന്നത് ഞാനെന്തോ വേറെന്തോ കാര്യം ചെയ്യുന്നതാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിടുകയേ ഇല്ല കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും രണ്ടും കൽപ്പിച്ച് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ കുളിച്ച് ഫ്രഷായി മാറ്റിയിട്ട് നമ്മളൊരു 12:30 ഒരു മണി ഒരു ടൈം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് പോക്കാന്ന് കേട്ടോ. ആദ്യമില്ലാണെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് എപ്പോഴും അങ്ങ് ഇറങ്ങി പോകണ്ടോ, നമ്മളെ പണിയെല്ലാം ഒരുങ്ങിച്ചപ്പോഴും ഇറങ്ങിപ്പോയാൽ മതി. ഇതിപ്പോൾ സ്വന്തം വീടായതുകൊണ്ട് ഇതെല്ലാം എന്താ പറയുക മര്യാദയ്ക്ക് പൂട്ടി ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടെല്ലാം പോക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ് കേട്ടോ. ഞാനിങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. പിന്നെ നമ്മളെ വീട്ടിൽ ഉമ്മാൻ്റെ വീട്ടിൽ നിൽക്കുന്നതിൻ്റെ ആ ഒരു സുഖമൊന്നും നമ്മൾ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കിട്ടൂല കേട്ടോ. കാരണം നമ്മളാണല്ലോ മെയിൻ ആൾ, ഗൃഹനാഥയാണല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരിതെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൂട്ടിയിട്ടെല്ലാം പോകുമ്പം കുറച്ച് പണി പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക എന്തെങ്കിലും ഉണ്ടാക്കി ഫുഡെല്ലാം ചൂടാക്കി വെക്കുക, ഇതെല്ലാം കുറച്ച് പണിയുള്ള കാര്യമാണ്. നമ്മൾ സൗദിയിലുള്ള സമയത്താണെങ്കിൽ ജെറിയാന്ന് കേട്ടോ. ഈ ഗ്യാസ് ഓഫാക്കുക, റൂം പൂട്ടുക, ചാവി എടുക്കുക, ഇതെല്ലാം ജെറിയാന്ന് കേട്ടോ. ഇതിപ്പം ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ എന്തോ ഭയങ്കര എന്താ പറയുക ഒരു റെസ്പോൺസിബിലിറ്റി എന്നെല്ലാം പറയുന്നില്ലേ, ആ ഒരു സംഭവം ഞാൻ ആയ പോലെ ഒരു ഫീലാണ് കേട്ടോ എനിക്ക്. എന്തായാലും അങ്ങനെ ആവണമല്ലോ, അങ്ങനെ ആയാലേ പറ്റൂ അല്ലേ. അപ്പോൾ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കലാന്ന് കേട്ടോ. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട്, കുറേ മുന്നേ എൻ്റെ കൂടെ ഉണ്ടായ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ഫറൂഖ്. കുറേ പേർക്കെല്ലാം അറിയാം, കമൻ്റെല്ലാം കാണലുണ്ട്. ഇൻസ്റ്റയിലെല്ലാം ഇങ്ങനെ വീഡിയോസ് ഇടുന്ന സമയത്ത് ഇങ്ങനെ കമൻസ് എല്ലാം കാണലുണ്ട്. അപ്പോൾ ഓളും ഞാനും കൂടിയിട്ട് പോക്കാന്ന് കേട്ടോ. ഇത് നമ്മൾ +1 +2 ഒരുമിച്ച് പഠിച്ച ഫ്രണ്ടാണ് കേട്ടോ ഇത്. ഓളതും സ്വന്തം വീട് തന്നെയാണ് കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാകുമ്പോൾ നമുക്കിത് പറയാനാ നേരേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ പണിയും ഒറ്റയ്ക്ക് നിൽക്കുന്നതിൻ്റെ ആ ഒരു ഇതും അങ്ങനെയല്ലോ. എനക്കാണെങ്കിൽ തൊട്ടപ്പുറത്ത് ഉമ്മയുണ്ട്. ഇവളെ വീട് ഹസ്ബൻഡിൻ്റെ വീട്ടിൻ്റെ അടുത്താണ് കേട്ടോ, സ്വന്തം വീട്ടിൻ്റെ അടുത്തല്ല. ഹസ്ബൻഡിൻ്റെ വീട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത്, റോഡിൻ്റെ അപ്പുറത്തായിട്ട്. എൻ്റെ പോലെ മുറ്റത്ത് അങ്ങനെയല്ല. അപ്പോൾ ഇവളൊരു സെപ്പറേറ്റ് ആയ പോലെ തന്നെയാണ് കേട്ടോ. മക്കളെയും കൊണ്ട് ഒറ്റയ്ക്ക് തന്നെ നിൽക്കുന്ന കാര്യം. ഞാനാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കലെല്ലാം കുറവാണ് കേട്ടോ. അപ്പുറത്തുനിന്ന് തന്നെയാണ് ഒരുമിച്ച് ഉമ്മയും അവരെല്ലാം ഉണ്ടാവും. ഇവളാണെങ്കിൽ
ഒറ്റയ്ക്ക് ഞാനിങ്ങനെ വിചാരിക്കല എങ്ങനെയാണ് ഇവളിങ്ങനെ നിൽക്കുന്നതെന്നല്ല ഇങ്ങനെ വിചാരിക്കലാന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എത്തിയത് ആ ജ്യൂസെല്ലാം കുടിച്ച് കുട്ടിക്ക് ഇതാ ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇവളെയാണ് കേട്ടോ ബർത്ത്ഡേ, കുറച്ചായിട്ടാ ബർത്ത്ഡേ എല്ലാം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എന്നിട്ടാ വീഡിയോ ഇടുന്നത്. ഓള് വീഡിയോ എടുക്കുന്നേരേ പറഞ്ഞിന് നീ അടുത്ത മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ടല്ലേ നീ വീഡിയോ ഇടും, എന്തായാലും നീ എന്തും എടുത്തോന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അങ്ങനെയല്ലോ എൻ്റെ മോൾ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ ഇട്ടിട്ട് കുട്ടിക്ക് ഇട്ടിട്ട് ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഐഷ മോളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ള കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ, അതായത് ഓളെ കൂടെ ഓൾ കളിക്കാൻ വിളിച്ച് കഴിഞ്ഞിട്ട് പോയിട്ടില്ലെങ്കിലും ഒരടി നിർബന്ധമായിട്ട് കൊടുക്കും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് എന്താ പറയുക, കുട്ടി പേടിച്ചിട്ട് ഇതാ അവിടെ പോയി നിൽക്കുന്നുണ്ട്, ഓളെ ഉമ്മാൻ്റെ അടുത്ത് തന്നെ പോയി നിൽക്കലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം നമ്മൾ വർത്താനം പറഞ്ഞ് നേരം കൂട്ടി ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. നല്ല കുഴിമന്തി, നല്ല ചിക്കൻ മന്തിയും പിന്നെ അതിൻ്റെ സൈഡ് ഡിഷസും ഇതെല്ലാം ആയിട്ട് ഇങ്ങനെ ഫുഡ് വിളമ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ കൂടെ പഠിച്ച വേറെ മെയിൽ ഫ്രണ്ട്സ് കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു നാട്ടിലുള്ളത്. അപ്പോൾ അവരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരും നമ്മളും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡെല്ലാം കഴിച്ച് കുറച്ച് സമയം വർത്താനം പറഞ്ഞ് കുറേ ഫോട്ടോസ് വീഡിയോസ് എടുത്തെടുത്ത് ഫോൺ ഫുള്ളായതിന് ശേഷം നമ്മളിതാ കൊണ്ടുവന്ന ഗിഫ്റ്റെല്ലാം കൊടുക്കലാന്ന് കേട്ടോ. നമ്മൾ വരുന്ന സമയത്ത് നല്ല എന്താ പറയുക, നല്ല ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിന്. നല്ല രസമുണ്ട് കേട്ടോ. സാഗരയിൽ നിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു ബ്ലാക്ക് ഷറാറ ടൈപ്പില്ലേ, അത് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ വേറൊരു ടൈപ്പാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടാളും ഒരുമിച്ച് അങ്ങനെ വാങ്ങിച്ചതാണ്. ഇഷമോൾ എൻ്റെ ബാഗ് ഇങ്ങനെ പരിശോധന കേന്ദ്രമാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മൂന്നാളും ഒരുമിച്ച് നിന്നിട്ടുള്ള ഫോട്ടോസ് എടുക്കലാണ്. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, +2 പഠിക്കുന്ന സമയത്ത് മറ്റേ ഇടയില്ലേ എന്നതിനൊപ്പാടെ പറയാം, സ്റ്റുഡിയോയിൽ പോയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അതേ മോഡലിൽ നമ്മൾ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ടായിന്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഹോം ടൂർ എടുക്കലാന്ന് കേട്ടോ. വീഡിയോ ഞാൻ വീട്ടിൽ കൂടെ എല്ലാം വന്നിട്ടുണ്ടായിന്, പക്ഷെ അന്നേരം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇതിപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ നമ്മളെ വീഡിയോസ് എടുക്കലെല്ലാം കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സെല്ലാം നമ്മൾ തന്നെ പൊളിച്ചോക്കലാന്ന് കേട്ടോ. ഒരു സമാധാനവും നമുക്ക് കാണായിട്ട്. അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ പോകാൻ കാത്തിക്കൂല, ഞാനെല്ലാം അവരെ മുന്നിൽ തന്നെ പൊളിച്ചോക്കും കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നോക്കാമെന്ന് വരച്ച് അങ്ങനെ നോക്കലാന്ന് കേട്ടോ. ആ ഒരു പേർപ്പിൾ കളർ കണ്ടില്ലേ, അത് കുട്ടിൻ്റെ ഉമ്മാമ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. അതെനിക്ക് ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു. ഇതെല്ലാം കുട്ടിൻ്റെ ഉമ്മാമ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. ഉമ്മാമ നന്നായിട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട്, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്. അതുകൊണ്ട് അങ്ങനെ ജസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. അത് കഴിഞ്ഞിട്ട് പോവാൻ നോക്കുമ്പം രണ്ടാളും കൂടി ഫുൾ കമ്പനി ആയിട്ടുണ്ട് കേട്ടോ. രണ്ടാളും ഫുൾ കളി. ലാസ്റ്റ് ഓളയും വലിച്ചിട്ടിട്ട് വണ്ടിയിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ വരുന്ന സമയത്ത് പോപ്കോൺ കൊടുത്തിട്ടുണ്ടായിന്, അത് മൊത്തത്തിൽ സീറ്റിൽ വാരി വലിച്ചിട്ടിട്ട് അതും പെറുക്കി തിന്നുന്നുണ്ട്. ഇനി നേരെ നമ്മൾ പുറക്കേക്ക്. പുറക്ക് വന്ന് ചായയും കാച്ചി കുടിക്കലാന്ന് കേട്ടോ. അങ്ങനെ ചായയെല്ലാം കുടിച്ച് നമ്മളെ ചങ്ങായി പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ പണിയെടുത്ത വീഡിയോ അല്ല, ഗ്രിൽസിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഊഞ്ഞാലിൽ വന്നിരുന്നതാണ്. ഇഷമോളെ ഞാൻ ഊഞ്ഞാൽമേൽ ഇരുത്തിയിട്ടുണ്ട്. ഗ്രില്ല് ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കേട്ടോ. നിങ്ങൾ കമൻ്റാക്കി എങ്ങനെയുണ്ട് എന്നുള്ളത്. പിന്നെ വൈകുന്നേരം ഇവിടെ നല്ല വൈബാണ് കേട്ടോ, നല്ല രസമാണ് ഊഞ്ഞാലിൽ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു മഴ കൂടി ഉണ്ടെങ്കിൽ അതിലും അടിപൊളിയാണ്, നല്ല വൈബാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഗ്രില്ല് വെച്ചിട്ടുള്ള ആ ഒരു ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഫുള്ള് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. ഡിസൈനൊന്നും നോക്കിയിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും ഒന്ന് കവർ ചെയ്യണമെന്ന് നല്ല തീരുമാനത്തിലാണ് കേട്ടോ ഉള്ളത്. കാരണം എന്താ പറയുക, മേലത്തെ സൺഷെയ്ഡിലുള്ള വെള്ളം മൊത്തം പൂളിലേക്ക് വന്നിട്ട് വെള്ളം മൊത്തത്തിൽ അലമ്പാകുന്നു. വെള്ളം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഷീറ്റ് ഇടാനുള്ള പ്ലാനാണ്. പിന്നെ നമുക്കൊരു പ്രൈവസി ആയിട്ടും അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പുറത്തെല്ലാം വീടെല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണിക്കാറും ഇതെല്ലാം അയച്ച് നമുക്ക് ആ ഒരു ഭാഗത്തേ പോകാൻ പറ്റില്ല. പിന്നെ നല്ല വെയിലുമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അതിൻ്റെ പണിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
നമ്മൾ ലാസ്റ്റ് തീരുമാനത്തിലെത്തി, മതി മോഡലൊന്നും നോക്കിയിട്ട് കാര്യമില്ല, ഷീറ്റ് ഇടാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. പോളികാർബൺ വെച്ചിട്ടാണ് കേട്ടോ ഷീറ്റ് ഇടുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടിലും ഷീറ്റ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതാ ബാക്കിലത്തെ നമ്മളൊരു വ്യൂ എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്. പുല്ലെല്ലാം ഫുള്ള് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ ഇനിയിപ്പോൾ വെള്ളമെല്ലാം സെറ്റാക്കിയിട്ട് വേണം നമ്മളെ സ്വിമ്മിങ് പൂളൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ വേറൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് ഞാൻ രാവിലെ മുതൽ രാത്രി വരെ ഷൂട്ടാക്കാമെന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിന്, പക്ഷെ നടന്നിട്ടില്ല. ഇഷ്ടമോളുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ വിചാരിച്ച പോലെ വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും അങ്ങനെ തോന്നാറില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓളെ കാര്യം തന്നെ ചെയ്ത് തീർക്കുമ്പോഴത്തേക്ക് ലേറ്റാവും, ടയേർഡാവും. അപ്പോൾ പിന്നെ വിചാരിക്കും മതി, മൊബൈലെല്ലാം നോക്കിയിട്ട് ടൈം കളികളെല്ലാം വെറുതെ എന്തിനാ, നമ്മൾ തന്നെ ഭയങ്കര സ്ട്രെസ്സായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനങ്ങനെ വീഡിയോസൊന്നും എടുക്കില്ല കേട്ടോ. പിന്നെ ഇതാ വേറൊരു ദിവസമാണ് കേട്ടോ ഇത്. ഇന്ന് ഞാൻ മൊത്തത്തിൽ ഫ്രിഡ്ജൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഫ്രിഡ്ജ് മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ വീട്ടിൽ കൂടിയിട്ടൊന്നും ഫ്രിഡ്ജൊന്നും സെറ്റൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഒന്നും ഷീറ്റൊന്നും പിരിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളെ മൊത്തത്തിൽ പിരിച്ചിട്ട് കണ്ടിട്ട് ഉമ്മാക്ക് ഭയങ്കര ആഗ്രഹം ഉമ്മാൻ്റെ ഫ്രിഡ്ജും കൂടി ഒന്ന് അങ്ങനെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഉമ്മയല്ലേ സാരമില്ല, പാവല്ലേ, ഉമ്മാക്ക് നമ്മളല്ലേ ഉള്ളൂ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഉമ്മാക്കും ഓർഡർ ചെയ്ത് ഷീറ്റ്, ഫ്രിഡ്ജിൻ്റെ മാത്രമല്ല കേട്ടോ ഇത്, നമുക്ക് അൽമാരിയിലും കബോർഡിലും എല്ലാം പിരിക്കാൻ പറ്റുന്നൊരു ഷീറ്റാണ്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് എൻ്റെ പോലത്തെ ഷീറ്റ് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതേപോലത്തെ ആക്കി കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല, അതുകൊണ്ട് വേറെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഉമ്മാക്ക് ആ ഒരു ഷീറ്റ് വാങ്ങിയിട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഏതാ ഇഷ്ടമായ നിങ്ങൾ കമൻ്റ് ആക്കുക എന്തായാലും. അപ്പോൾ അന്നത്തെ ദിവസം കഴിഞ്ഞോളി, നല്ല കറിയെ കഴിഞ്ഞോ ഇല്ലേ എന്നുള്ളത്. നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ മഴയെല്ലാം ഉണ്ടെങ്കിൽ മുറ്റത്തിറങ്ങും കേട്ടോ. കുറേ സമയമല്ല, കുറച്ച് സമയം. ഇഷമോളാണെങ്കിൽ മുറ്റത്ത് എന്ന് പറഞ്ഞാൽ ഒക്കെ അത്രക്കും ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രില്ലാറ്റ് തുറന്നിച്ച് കണ്ടിന് ആ സ്പോട്ടിലുള്ള ഇറങ്ങി ഓടും. അങ്ങനെയാണ് കേട്ടോ. മെയിനായിട്ട് ഗ്രില്ലാക്കാൻ തന്നെ കാരണം ഒന്ന് ഇറയത്തിരിക്കാനും മഴയെല്ലാം കാണാനും എന്താ പറയുക, ആ ഒരു മുറ്റെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഗ്രില്ലാക്കാൻ ഇങ്ങനെ പെരാന്ത് പിടിപ്പിച്ചിന്. അപ്പോൾ ഗ്രില്ലാക്കിയോണ്ട് ഇപ്പോൾ അൽഹംദുലില്ലാ സമാധാനമുണ്ട്. ഇറയത്ത് വന്നിരിക്കാനും രാവിലെ തന്നെ ഡോറ് തുറന്നിടാനും എല്ലാം ഭയങ്കര ഒരു എന്തോ ഒരു നമുക്കൊരു സന്തോഷം കിട്ടുന്ന ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതാക്കിയിട്ടുണ്ട്. പിന്നെ ഇതേത് ദിവസമാണെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും പിന്നെ എന്തേനും ഇപ്പോൾ പറയാൻ വിചാരിച്ചാൽ ഇത് വേറെ ഏതോ ഒരു ദിവസമാണ് കേട്ടോ. ഇന്നും ഞാൻ വ്ളോഗ് എടുക്കണമെന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിന്. ഇന്ന് രാവിലെ തന്നെ ചായയെല്ലാം കുടിച്ച് നമ്മളിതാ ബിരിയാണി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ജെറി വന്നിട്ടുണ്ടായിന് കേട്ടോ. അർജൻറ്റ് എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് സർപ്രൈസ് ആക്കിയിട്ട് വന്നതാണ്. വരുന്നതിനും ഒരു ലാൻഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളെ വിളിച്ചിട്ടുള്ളത്. ഞാനിത് എയർപോർട്ടിലെത്തിയിട്ടുണ്ട്, വേഗം വാ കൂട്ടാനെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ജെർണിയെല്ലാം കൂട്ടി വന്ന് ജെറിക്ക് ബാംഗ്ലൂർ പോകാനായിട്ടുള്ള ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ വെറുതെ ഇരിക്കണ്ടല്ലോ, നമ്മളും കൂടെ വരുന്നത് നിർത്തി അങ്ങനെ നമ്മളും പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനെ കൂടുതൽ ദിവസം നിൽക്കുന്നതൊന്നും അങ്ങനെ വലിയ താല്പര്യമില്ല. നിന്ന് കഴിഞ്ഞാൽ എവിടെയും പോകുന്നതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും റിസോർട്ട് അങ്ങനെയെല്ലാം എടുത്തിട്ട് അവിടെ തന്നെ അനങ്ങാണ്ടിരിക്കാനാണ് എനിക്കിഷ്ടം. ഇതിപ്പോൾ ജെറിയാണെങ്കിൽ എവിടെയും പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ കാണണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഈ കാട്ടിലോട്ടെല്ലാം പോകാൻ ജെറിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കണ്ട കാടന്നെ വീണ്ടും വീണ്ടും കാണിച്ചു തരും. ഇത് നോക്കി അത് നോക്കി എന്ത് രസം. അഥവാ നമ്മളാറ്റും ജസ്റ്റ് ഒന്ന് ഉറങ്ങിപ്പോവാറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ട് പറയും, നോക്കി കാട് നോക്കി എന്ത് രസമാണെന്നല്ല ഇങ്ങനെ പറയും കേട്ടോ. ഞാൻ പറയും ഒരിക്കൽ രസമെല്ലാം ഉണ്ടാവും, പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് രസം ഉണ്ടാകുന്നല്ല ഇങ്ങനെ പറയലാന്ന് കേട്ടോ. പോകുന്ന വഴിക്ക് നമ്മൾ പാനിപ്പൂരി ഫുഡ് ഇതെല്ലാം കഴിച്ചിട്ടാണ് പോയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ വ്ളോഗ് എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. കാരണം ഈ ഒരു ടൈം നമ്മൾ എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ പോക്കേനു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്, അത് ഇതിൻ്റെ കൂടെ ആഡ് ആക്കുന്നതാണ് കേട്ടോ. കൂടുതൽ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ജസ്റ്റ് കുഞ്ഞു ക്ലിപ്പ് നമുക്കൊരു മെമ്മറിക്ക് വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത വീഡിയോസ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ എവിടെ എത്തിയേ എനക്കെന്നെ മനസ്സിലാകുന്നില്ല എവിടെ എത്തിയെന്നുള്ളത്. ഇന്ന് നമ്മൾ മൈസൂരാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. ഇന്നത്തെ ദിവസം ഏത് ദിവസമാണെന്ന് നമുക്ക് ഓർമ്മയില്ല. പിന്നെ ഒരു സ്പെഷ്യൽ കൂടിയുണ്ട്, നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് സെപ്റ്റംബർ 19. ഇതിപ്പോൾ വീഡിയോ ഇടുന്നത് നിങ്ങൾക്കറിയാമോ, ഒക്ടോബറാണ്.
അപ്പോൾ സെപ്റ്റംബർ 19 എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടി ആയതുകൊണ്ട് ആ ഒരു ഡേറ്റ് എനിക്ക് തരണോ, എനിക്ക് ഫ്രീ ആയിട്ട് അനങ്ങാണ്ട് ഇരുന്നിട്ട് ഫുഡ് കടക്കയിൽ കൊണ്ടുത്തരണോ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 2 ദിവസം എക്സ്ട്രാ വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എവിടെയും പോയി കഴിഞ്ഞാൽ അവിടെ പോവാം ഇവിടെ പോവാം അടുത്ത സ്ഥലം എക്സ്പ്ലോർ ചെയ്യാമെന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാകും. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ കുട്ടികൾക്കെല്ലാം വേണ്ടിയിട്ട് പോവാന്ന്. ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് മൈസൂർ പാലസിലാണ് കേട്ടോ. രാവിലെ തന്നെ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 9 മണിക്ക് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നേരെ വന്നിട്ടുള്ളത് പാലസിലേക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടിന്. ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജാക്കന്മാർ ഇരിക്കുന്ന സ്ഥലങ്ങൾ, പിന്നെ ആ ഒരു കുറേ സ്ഥലങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടിന്. പക്ഷേങ്കിൽ എനിക്കിങ്ങനെ നടന്നിട്ട് അങ്ങനെ കൂടുതൽ കാണുന്നതൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരെ പോലെ ആണോന്നില്ലല്ലോ. ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കൂട്ടി പോന്നേയും പോലെ ചോക്ക് ഇഷ്ടമില്ല പോലും എന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഒരു രസം എന്താ പറയുക, ഇവർക്കെല്ലാം വേണ്ടിയിട്ട് അങ്ങനെ പോന്ന്. എനിക്ക് കൂടുതൽ നടന്നിട്ട് കാലുവേദനയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു വീട്ടിലിരിക്കുമ്പോൾ ഇത്രയും പണി ഉണ്ടാവില്ല, കാലുവേദനയൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ എത്ര പ്രാവശ്യം നടക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ചൊറന്നോണ്ടിരിക്കും കേട്ടോ. പിന്നെ ഇഷമോളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ജെറിൻ്റെ അടുത്ത് പോവും, ഞാൻ തന്നെ തട്ടണം. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഉള്ള ആൾക്കാർക്ക് എൻ്റെ ആ ഒരു ഫീലിങ്സ് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് ഷോ എല്ലാം ഇറക്കുന്നുണ്ട് കേട്ടോ, കണ്ണടയിൽ ഇട്ടിട്ട് വീഡിയോസും ഇതെല്ലാം എടുത്തിട്ട് അത് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ, ജസ്റ്റ് ഷോ അങ്ങനെ വിചാരിച്ചാൽ മതി. പിന്നെന്താ നമ്മൾ അവിടുന്ന് വേഗം ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങി പോവാന്ന് പറഞ്ഞിട്ട് കുറേ നേരം അവിടെ തന്നെ നിന്ന് നേരം കൂട്ടണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുക്ക് നമ്മൾ എവിടെയോ പോയിന് കേട്ടോ, അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. ഇപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും നാട്ടിൽ പോയി കഴിഞ്ഞാലുണ്ടല്ലോ അവിടുത്തെ ഫുഡല്ലേ ട്രൈ ചെയ്യേണ്ടത്. പക്ഷെങ്കിൽ നമ്മൾ പൊട്ടന്മാരല്ലേ, നമ്മൾ അവിടെ പോയിട്ട് നമ്മളെ നാട്ടിലത്തെ ഫുഡ് തന്നെ കഴിക്കും. അതെന്തിനാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല. ഞാൻ എപ്പോൾ ഇരിക്കലുണ്ടല്ലോ ജെറിനോട് ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ഏതെങ്കിലും നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവരെ സാധനമല്ലേ നമ്മൾ ട്രൈ ആക്കേണ്ടത്. ഇത് നമ്മൾ ഇന്ത്യൻ ഫുഡും ഇന്ത്യൻ ഗ്രോസറിയും എല്ലാം ഇന്ത്യൻ സാധനം മാത്രം. കേരള നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കർണാടക, അവിടെ പോയിട്ട് നമ്മൾ ഇന്ത്യൻ ഫുഡും കേരള ഫുഡും ഇത് തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്, ഇന്ത്യൻ മീൽസ്. അപ്പം അങ്ങനെ 3 മീൻകാരുണ്ട് റബ്ബേ, 3ഉം കൂടി മീൻ കാണാതെ കളി കളിക്കുന്നു, മീൻ കാണാതെ കളിക്കുന്നു. തിരക്കല്ല എന്നാലേ നാട്ടക്കേസാവും. ഇതാണ് കേട്ടോ എൻ്റെ ഒരു നോർമൽ ടോക്ക് എന്ന് പറയുകയാണെങ്കിൽ. പറഞ്ഞു പോവും. കാരണം ഈ മീനെല്ലാം കണ്ടു കഴിഞ്ഞാൽ ജെറിയും വരൂല, ഷെയാനും വരൂല, ഇഷമോളും വരൂല. അവിടെ നിന്ന് തന്നെ ഇങ്ങനെ തന്നെ വീണ്ടും കണ്ടിട്ട് എന്ത് സുഖമാണ് നമ്മൾ കിട്ടുന്നത്. എനിക്കാണെങ്കിൽ വേഗം കണ്ടിട്ടിറങ്ങണം, ഇവരാണെങ്കിൽ വരികയും ചെയ്യില്ല. അത് പോരാത്തതിന് നമ്മളെ വീട്ടിലും ഉണ്ടാക്കണം പോലും. ഞാൻ പറഞ്ഞു നാട്ടക്കേസാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സ്ലാങ്ങിൽ ഇങ്ങനെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ആടെ ഏകദേശം ഒരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടാ മീനിന് ഫുഡ് കൊടുക്കലും മീനിനെ നോക്കലും ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും. നമ്മളില്ലേ ശരിക്കും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ജെറീൻ്റെ ഫോണിലുണ്ടല്ലോ, ഇപ്പോൾ നമ്മളെല്ലാം സെൽഫി ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുക്കുമല്ലോ, നമ്മളെ ഫോട്ടോസ്. ജെറി ആകെ കൂടി എടുക്കുന്നതാണ് ഈ മീനിൻ്റെ ഫോട്ടോ, ആനൻ്റെ ഫോട്ടോ, പുലിൻ്റെ ഫോട്ടോ, ഇങ്ങനത്തെ എല്ലാം കേട്ടോ സെൽഫിയും വീഡിയോ എല്ലാം എടുക്കുക. പിന്നെ വണ്ടികളെ ഫോട്ടോ, ഇത് മാത്രമാണ് കേട്ടോ ജെറിൻ്റെ ഗാലറിയിലെല്ലാം ഉണ്ടാവുക. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു സെക്ഷനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതേപോലത്തെ ഒരു സംഭവമല്ല, ഇതേപോലത്തെ ഒരു വലിയ അക്വേറിയം ദുബായിലുണ്ടായിന്. നമ്മൾ പോയ സമയത്ത് മൊത്തത്തിൽ കണ്ട് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 2 മണിക്കൂറെല്ലാം എടുത്തിട്ടുണ്ടായിന്. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ജെറി എന്നോട് പറയാം, നമുക്ക് ഒരിക്കലും കൂടി ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറിയാൽ പോരെ. എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഗൈസ്, എൻ്റെ അവസ്ഥ. ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് വന്നേ പോയാട്ടാടുന്ന്, ഇത്ര സമയം കണ്ടിട്ട് ആദ്യം കണ്ടതന്നെ വീണ്ടും കാണാനാണ്. ആടെയും നമ്മൾ ഏകദേശം ഒരു 1 മണിക്കൂർ എടുത്തിട്ടുണ്ടായിന് കേട്ടോ. ഓരോന്നിനിങ്ങനെ ഇഷമോക്കും ഷെയാനിങ്ങനെ എന്താ പറയുക ഡീറ്റെയിലായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് കേട്ടോ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഞാൻ വേഗം കുറച്ച് വീഡിയോസ് ഇതെല്ലാം എടുത്തിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് വന്ന കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സംഭവം ഇതാണ് കേട്ടോ. ഈ ഒരു ഇതിനൊപ്പം പറയാം സ്നോ ഫാൻറ്റസി അങ്ങനെ എന്തോ ആണ്, സ്നോ ലാൻഡ് വണ്ടർ അങ്ങനെ എന്തെല്ലോ ആണ് കേട്ടോ ഇതിന് പറയാം.
മൈസൂരാണ് കേട്ടോ. ഇത് അടിപൊളിയേനും നല്ല രസമുണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ നമ്മളെ കോഴിക്കോടിൻ്റെ അത്ര പോരാ. കാലിക്കറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇവിടെ അത്ര വലിയ ഫോട്ടോസ് എടുക്കാനും അങ്ങനെയൊന്നും കൂടുതലുണ്ടായിട്ടില്ല. പിന്നെ അപ്പോൾ അങ്ങനെ കോഴിക്കോടെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളത്. ഹൈലൈറ്റ് മാളിലെ നമ്മളെ ഇഷ്ടങ്ങൾ പറയാമല്ലോ, നമ്മളെ അഭിപ്രായങ്ങൾ നമുക്ക് പറയാമല്ലോ. ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ഇത് രസമെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അതിനെ അപേക്ഷിച്ച് അതാണ് കേട്ടോ അടിപൊളി. നമ്മൾ ചെറുതിൽ, അതായത് ഇഷമോക്കൊരു 6 മാസം പ്രായമുള്ള സമയത്ത് നമ്മൾ കാലിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഇതിൻ്റെ ഉള്ളിൽ ഇറക്കിയിട്ടുണ്ട്. ഒക്കെ അന്നേരം വലിയ സീൻ ഉണ്ടായിട്ടില്ല, ഇവിടുന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ ലാസ്റ്റോട്ട് നമുക്കൊരു പേടി, അഥവാ ഇതാറ്റം കൈയൊന്ന് സ്റ്റക്കായി പോയ പോലെ ആവുമെന്നെല്ലാം പേടിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് എല്ലാവരും ഇറങ്ങുന്നതിനും ഒരു ടൈം കഴിയുന്നതിനും ഒരു 5 മിനിറ്റ് മുന്നേ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഓക്ക് വലിയ സീനൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ചെറിയാണെങ്കിൽ തിരക്കാക്കി കൊണ്ടുവന്നിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊരു ഓട്ടോ പിടിച്ചതാണ്, നേരെ വന്നിട്ടുള്ളത് സൂവിലേക്കാണ്. സൂവിൽ വന്ന കഥ പിന്നെ പറയണ്ടല്ലോ ഗൈസ്, കഥ പറയണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മോളിലും അങ്ങനെ കൂടുതൽ നടക്കാണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന സ്ഥലവും ഇങ്ങനെ നല്ല നാച്ചുറലും കണ്ടിട്ട് അനങ്ങാണ്ടിരിക്കുന്ന സ്ഥലത്തെല്ലാം പോകാനാണ് കേട്ടോ ഇഷ്ടം. ജെറിക്കാണെങ്കിൽ ഇങ്ങനെ കാക്കനെയും പൂച്ചനെയും മെയിലിനെയും പുലിനെയും ആനനെയും ഇനിയെല്ലാം കണ്ടിട്ട് ഇങ്ങനെ നടന്നിട്ട് വേർത്ത് അവശയായിട്ട് തിരിച്ച് റൂമിലെത്തുന്നതാണ് ജെറിക്കിഷ്ടം. അങ്ങനെ നമ്മൾ ഓരോരോ മൃഗങ്ങളെ ഇങ്ങനെ കണ്ട് നടന്ന് പോക്കാന്ന് കേട്ടോ. ഷെയാനെല്ലാം എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻറ്റ്. അവരെല്ലാം ആദ്യമായിട്ട് കാണുന്നതല്ലേ, ഞാനും ആദ്യമായിട്ട് തന്നെയാണ് കേട്ടോ കാണുന്നത്. ഇതിനെല്ലാം ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിനെല്ലാം കാണുമ്പോൾ ഒരു കൗതുകം. പിന്നെ നമ്മൾ ഓരോന്നിനായിട്ട് ഇങ്ങനെ കണ്ട് രസിക്കലാണ്. പിന്നെ എല്ലാവരും ഒരു 3:30 മണിക്കേനു കേട്ടോ നമ്മൾ എൻട്രൻസ് കയറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് ഭയങ്കര ക്ഷീണത്തിലാണ് മൃഗങ്ങളെല്ലാം. അതുകൊണ്ട് ആരും ഒരു എനർജറ്റിക് അല്ലാണ്ട് ഇങ്ങനെ മൂലയ്ക്ക് ഇരുന്നിട്ടേനു കേട്ടോ ഉള്ളത്. എല്ലാവരും തിരിഞ്ഞിരുന്നിട്ടേനു കേട്ടോ ഉള്ളത്. അപ്പം നമ്മൾ ജസ്റ്റ് വേഗം കണ്ടിട്ട് ഇറങ്ങലാണ്. ഇഷമോളെല്ലാം നടന്ന് ഒരു വകയായിട്ടുണ്ട്. പിന്നെന്താ, പിന്നൊന്നുമില്ല, എന്താ കുറേ ആനയും പൂച്ചയും മയിലും മാനും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു സൂല്. പിന്നെ അത് തന്നെയെല്ലാം ഉണ്ടാവും അല്ലേ? നിങ്ങൾ വിചാരിക്കണ്ടാവോ ഇവളെന്നെ ഈ പറയും. നിങ്ങളൊന്നും വിചാരിക്കണ്ട കേട്ടാ, ഞാൻ കുറേ ആയില്ലേ വീഡിയോസൊന്നും ഇടാത്ത. അതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ പറയേണ്ടതെന്നുള്ള ആ ഒരു ഫ്ലോ അങ്ങ് നഷ്ടപ്പെട്ടിട്ടാണുള്ളത് ഗൈസ്, നഷ്ടപ്പെട്ടിട്ടാണുള്ളത്. നിങ്ങളെന്നെ വിചാരിക്കണ്ട ഇവക്കെന്നാ പറ്റിയ, ഇവളെ ടോക്ക് ഇതേപോലെ അല്ലല്ലോ എന്നെല്ലാം വിചാരിക്കുന്നുണ്ടാവും. പക്ഷെങ്കിലും എന്തായാലും ഞാൻ ട്രൈ ചെയ്യാം, വീണ്ടും വ്ളോഗെല്ലാം എടുക്കുമ്പോൾ റെഡി ആവുമായിരിക്കും. പിന്നെ ഇതാ നമ്മളെ വർഗത്തിൽപ്പെട്ട കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സെൽഫീസെല്ലാം എടുത്തിട്ടുണ്ട്, സെൽഫി വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ജിറാഫ് ഞാൻ ഫസ്റ്റ് ടൈം വന്നിട്ടാണ് കാണുന്നത്. അതിനെ കണ്ടേരാൻ എനിക്കൊരു കൗതുകം, നമ്മൾ കാണാത്തതിനെ കാണുമ്പോൾ ഒരു കൗതുകം. അപ്പോൾ അവിടുന്ന് ഒരു വിധത്തിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ചായയെല്ലാം കുടിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. ആ ഒരു നടത്തത്തിൻ്റെ ക്ഷീണം കാരണം ചായ എടുക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി പാർക്കിങ്ങിൻ്റെ അടുത്തേക്ക് നമ്മൾ പോയിട്ടുള്ളത് ഈ ഒരു കുതിര വണ്ടിയിലാണ്. ഇതെൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പൊളി കിടിലോസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് റൗണ്ട് അടിക്കുക മാത്രമേ ചെയ്യൂ. നമ്മൾ പറഞ്ഞ് നമ്മളെ വണ്ടീൻ്റെ അടുത്ത് വരെ കൊണ്ടാക്കി തരുമോ കേട്ടാന്ന് ചോദിച്ചാൽ അയാൾ പറഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല, പക്ഷെങ്കിൽ റേറ്റ് കുറച്ച് അധികമാവുമെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞാൽ അതും കുഴപ്പമില്ല, സാരമില്ല അല്ലേ, പിന്നെ ആദ്യം വേറൊരു ഓട്ടോ പിടിക്കണ്ടേ. അപ്പം നമ്മളിതാ കുറേ എന്താ പറയുക വണ്ടികളും ഇതെല്ലാം ആയിട്ട് ഇങ്ങനെ ആസ്വദിച്ച് എല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ച് കുതിര വണ്ടിയിലേക്ക് പോക്കാന്ന്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ആരെങ്കിലും ഇനി മൈസൂർ പോയിനെങ്കിൽ ഈ ഒരു കുതിര വണ്ടി എക്സ്പീരിയൻസ് ചെയ്യാണ്ട് വരിക വേണ്ട, അമ്മാതിരി വൈബാണ്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ പാതിരാത്രിക്ക് ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലോ അതിൻ്റെ അവസ്ഥയൊന്നും പറയാതെയാ നല്ല, നമ്മൾ ഫോട്ടോ കണ്ടിട്ട് ബുക്ക് ചെയ്തതാണ്. പിന്നെ ഞാൻ പറയട്ടെ, വേറൊരു കാര്യം കൂടി പറയാം. നമ്മൾ മീൻസ് ഞാനല്ല, എൻ്റെ ഹസ്ബൻഡ് ജെറി ഉണ്ടല്ലോ, അന്ന് നമ്മൾ എവിടെയാണോ എത്തുന്നത് അവിടുന്ന് ഏത് റൂമാണോ കിട്ടുന്നത് ആ റൂമേ എടുക്കും. ബുക്ക് ചെയ്തിട്ട് ടൈമിങ്ങിന് നമ്മൾ എത്തുന്ന ഒരു ചരിത്രം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, ഇനി അങ്ങോട്ട് ഉണ്ടാവുകയുമില്ല. അതങ്ങനെയാണല്ലോ, അതങ്ങനെയാവും, അങ്ങനെയാണ്.
അപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയ റൂമിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ നോക്കണ്ട, ഞാൻ സെർച്ച് ചെയ്തോളാം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ടോയ്ലറ്റ് പോലും യൂസ് ചെയ്യാണ്ട് അന്നത്തെ രാത്രി കടിച്ച് പിടിച്ച് എങ്ങനെയല്ലോ ഇറക്കി. നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അന്നത്തെ ദിവസമാണ് ഞാൻ നല്ല അടിപൊളി റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വേറെ ഒരു റൂം എടുത്തിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ, നല്ല രസേനു കേട്ടോ. അന്നത്തെ ദിവസമെല്ലാം നമ്മൾ അവിടെ നിന്ന് ബാത്റൂമൊന്നും യൂസ് ചെയ്യാണ്ട് ജസ്റ്റ് കടന്നെണീച്ച് അപ്പോഴും വേറെ റൂം ബുക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിന്. അപ്പോൾ അവിടെ നിന്ന് എന്താ പറയുക, പിന്നെ അങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇന്നത്തെ ദിവസം വെറുതെ ഇരുന്ന് നേരം കൂട്ടിക്കളിക്കലേനു കേട്ടോ. അപ്പോൾ റൂമിൽ നിന്ന് നമ്മളൊരു ഉച്ചന ആ ഒരു സമയത്താണ് കേട്ടോ പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പം എന്നോട് പറഞ്ഞു ഇവിടെ അടുത്താണ് എന്തേനും ബൊട്ടാണിക്കൽ ഗാർഡൻ, അവിടെ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജസ്റ്റ് ചെയ്യാനെല്ലാം കുട്ടിയല്ലേ, അപ്പോൾ അവർക്കെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. എനിക്കാണെങ്കിൽ വലിയ മൂടൊന്നും ഉണ്ടായിട്ടില്ല പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ മൂഡ് പോലെ തന്നെ ജെറി പറഞ്ഞു എൻ്റെ മൂഡ് പോലെ തന്നെ മഴയും പെയ്തെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ നല്ല മഴയെല്ലാം പെയ്ത് പിന്നെ അവിടെ നിന്ന് നേരെ ഞാൻ തിരിച്ച് റൂമിലേക്ക് വന്നു. ഞാനാണെങ്കിൽ ഫുള്ള് ലെങ്കി പറഞ്ഞിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത്, ചുരിദാറും ഇതെല്ലാം ഇട്ടിട്ട്. ഇന്ന് നമ്മളെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ, അപ്പോൾ അതുകൊണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസെല്ലാം എടുത്ത് വെറുതെ ഇരുന്ന് നേരം കൂട്ടി രാത്രിയും, അതായത് നമ്മൾ വൈകുന്നേരം ഒരു 4:30 ആകുമ്പോഴത്തേക്ക് തിരിച്ച് റൂമിലെത്തിയിട്ട് പിന്നെ വെറുതെ TV കണ്ടിട്ട് അനങ്ങാണ്ടിരുന്ന് നല്ല എന്താ പറയുക സൺസെറ്റെല്ലാം കണ്ട് വെറുതെ ഇരുന്ന് റെസ്റ്റ് എടുത്തെന്ന് വേണമെങ്കിൽ പറയാം. അന്നത്തെ ദിവസം നല്ല രസമുണ്ടായിരുന്നു. അത് എനിക്ക് വേണ്ടിയിട്ട് ജെറിയും നിന്നാന്ന്, ജെറിക്ക് വേണ്ടിയിട്ട് ഞാനും കൂടെ പോയി, അങ്ങനെ വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മളെ രണ്ടാളെ ആ ഒരു ഇതിനും എന്താക്കി അതന്നെ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അന്നത്തെ ദിവസവും കഴിഞ്ഞ് പിറ്റേന്ന് ജെറിക്ക് എന്തെല്ലോ ആവശ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോക്കാന്ന് കേട്ടോ. നാട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇതെപ്പോഴും എടുത്ത വീഡിയോ ഇത് ഒരു ദിവസം കഴിഞ്ഞാന്ന് കേട്ടോ. വീണ്ടും നമ്മൾ ചുരം കയറാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്, ചുരം കയറാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയും എന്തോല്ലോ കാട്ടിൽ മൃഗങ്ങളെല്ലാം കാണാൻ പറ്റും പോലും. അപ്പോൾ ഞാൻ വിചാരിച്ചു മതി സാരമില്ല, ഇന്നൊരു ദിവസം കൂടിയല്ലേ കാട്ടിലെ മൃഗം എന്തിനെങ്കിലും എല്ലാം കണ്ടിട്ട് വരാം. പക്ഷെ ഒരു കുട്ടിയാനനെ പോലും കണ്ടിട്ടില്ല കേട്ടോ. കുറേ മാനെ കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ ഇവിടെ നല്ലൊരു സ്ഥലം കണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു എന്തേനും ഇതിന് പറയാം, ഈ ഫ്ലവറിന് എന്തേനും പറയാൻ ഞാൻ മറന്നുപോയി. എന്തേനും മല്ലികയല്ല എന്തോ ഒരു സാധനം, ജമന്തിയാ അങ്ങനെ എന്തോ ആണ്. അതിൻ്റെ ഒരു പൂന്തോട്ടം കണ്ടേരം അവിടെ വണ്ടി നിർത്തി കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ മറ്റേ കൂർഗ് ഗേറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതേനു കേട്ടോ. ജെറിൻ്റെ ഫാമിലിയെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നല്ല മട്ടൻ മന്തിയും അൽഫാം ചിക്കൻ മന്തിയും അതെല്ലാം തിന്ന് വയറെല്ലാം ഫുള്ളാക്കിയിട്ട് ഇതൊക്കെ കാട് കാണാൻ വേണ്ടിയിട്ട് വന്നതേനു. ഇതേതേനു വഴി എനിക്കങ്ങനെ ഓർമ്മയില്ല കേട്ടോ. എന്തോ അങ്ങനെ എന്തോ പറഞ്ഞൊരു വഴിയാണ് കേട്ടോ. ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അവിടുത്തെ ആൾക്കാരും ആ ഒരു ആംബിയൻസ് എല്ലാം പഴയ ഒരു തീമേനും കേട്ടോ. പണ്ടത്തെ ആ ഒരു ഇതിലാണ് കേട്ടോ. കൃഷിയും കുറേ പശുക്കളും ആടുകളും ഇതെല്ലാം അയച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസെല്ലാം എടുത്ത് ഫോട്ടോസും അങ്ങനെയെല്ലാം എടുത്തിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ ആ വഴിയിൽ കൂടി തന്നെ തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ കുറേ മാന്യാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. ഒരു കുട്ടിയാനനെ പോലും കണ്ടിട്ടില്ല, വലിയ കാര്യം പോലെ കുട്ടിപ്പോയതാ, ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് എൻ്റെ സ്കിന്ന് മൊത്തത്തിൽ പോയി ഗൈസ്. ഈ ദിവസം മൊത്തത്തിൽ എനിക്ക് സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതേപോലെ തന്നെ മൊത്തത്തിൽ സ്ക്രാച്ച് ആൻഡ് വിൻ ആയിട്ടുണ്ട് ഫേസ്. അപ്പോൾ ഞാൻ രക്ഷയില്ല, ജെറി പോകുന്നതിന് മുന്നേ ഡോക്ടറെ കാണിക്കാണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ നമ്മളെ സ്വന്തം അഷ്റഫ് ഡോക്ടറെ അടുത്ത് വന്ന് നമ്മളെ മരുന്നുകളെല്ലാം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഹെയർ ഫോള് അവിടെ നിന്നെല്ലാം കുളിച്ചതല്ലേ, അപ്പോൾ അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ട്. എനിക്ക് നമ്മളെ കേരളം വിട്ട് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളാണ് കേട്ടോ. സ്കിന്നാണ് ഏറ്റവും വലിയ വിഷമം. അങ്ങനെയാണ്. ഇനിയിപ്പോൾ മൊത്തത്തിലൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. 4 ദിവസം എനിക്കൊരു മാസത്തെ പണി കൂടി തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് മൊത്തത്തിലൊന്ന് ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ വീണ്ടും നമ്മൾ പഴയ റൂട്ടീനിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളെ ബിസിനസ് എല്ലാം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിന് കേട്ടോ.
ഇപ്രാവശ്യം കുറച്ചധികം സ്റ്റോക്ക് ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിക്കാബ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതായി കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി. ബൾക്ക് എന്ന് പറയുകയാണെങ്കിൽ അധികം കൂടുതലൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഒരു 250 പീസ്, അതിലിപ്പോൾ ഒരു 50 പീസായിട്ട് ബാക്കിയുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതാ പെട്ടെന്ന് തന്നെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ആക്കിക്കോട്ടാ. പിന്നെ ഇൻസ്റ്റയിലും അങ്ങനെയൊന്നും ഞാൻ മെസ്സേജ് നോക്കലില്ല, കാരണം കുറേ മെസ്സേജെല്ലാം ഉണ്ടാവലുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നോക്കാൻ പറ്റില്ല. ഒരാൾക്ക് റിപ്ലൈ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ തന്നെ എനിക്ക് ടൈം പോകുന്നതേ അറിയില്ല. വാട്സപ്പ് ആകുമ്പോൾ നമുക്ക് വേഗം വേഗം അൺറീഡ് മെസ്സേജ് വേഗം റിപ്ലൈ കൊടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അങ്ങനെ പിന്നെ പർദ്ദൻ്റെ കുറച്ച് ഓർഡേഴ്സും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പർദ്ദ കുറച്ച് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിനി, അപ്പോൾ അത് മൊത്തത്തിൽ സെയിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആകെ ഒരു 2 പീസായിട്ടേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിൻ്റെ മോഡൽസും ഡീറ്റെയിൽസും ഒന്നും ഞാൻ പിന്നെ പറയുന്നില്ല. ഞാൻ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് തന്നെ പർദ്ദയെല്ലാം മൊത്തത്തിൽ സെയിലാവലുണ്ട്. നിക്കാബ് തന്നെ ഞാനിപ്പോൾ കുറച്ചധികം എടുത്തതാണ് കേട്ടോ സാധനം. അപ്പോൾ അങ്ങനെയല്ലാണ് കേട്ടോ നമ്മളെ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഏകദേശം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റൊന്നും തന്നിട്ടില്ല ഗൈസ്. ഇനി ബർത്ത്ഡേക്ക് അത് രണ്ടും കൂടി ഞാൻ ഒരുമിച്ച് വാങ്ങാനുള്ള പ്ലാനാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ. പിന്നെ ചിലർക്ക് ഡൗട്ട് ഉണ്ടാകും ഗിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു വിഷമയില്ലേന്ന്. ഗിഫ്റ്റൊന്നും കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് വേണ്ടുന്ന സാധനം ഞാൻ തന്നെ ചോദിച്ച് വാങ്ങിക്കലുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഗിഫ്റ്റ് തരേണ്ട ആവശ്യമില്ല, നമ്മൾ തന്നെ ഒരു ഗിഫ്റ്റ് ആണല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് സമാധാനിക്കുക. പിന്നെ കേക്കും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കേക്കൊന്നും കട്ട് ചെയ്തിട്ട് ഇതാക്കണ്ടെന്ന് തോന്നി, ഞാൻ അങ്ങനെയാണ്. എൻ്റെ മോളെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ കേക്ക് കട്ട് ചെയ്യായിട്ട് എനിക്ക് ഭയങ്കര വിഷമേനും ഗൈസ്, ഭയങ്കര വിഷമം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബൈ.